കൂട്ടുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ചേന അരിഞ്ഞത് 1 കപ്പ്, നേന്ത്രക്കായ അരിഞ്ഞത് 1 കപ്പ്, ശർക്കര പൊടിച്ചത് 2 ടേബിൾ സ്പൂൺ, കടല 1/4 കപ്പിനേക്കാൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത് വേവിച്ച് മാറ്റിവെക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, തേങ്ങ ചിരകിയത് 1/2 കപ്പ്, കടുക് 1/2 ടീസ്പൂൺ, ഉണക്കമുളക് 2 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്. കഷ്ണങ്ങൾ 1 ഇഞ്ച് വലുപ്പത്തിൽ വേണം മുറുക്കിയെടുക്കാൻ. ഇതേ വലുപ്പത്തിൽ കഷ്ണങ്ങളായി മുറുക്കിയെടുക്കണം. കായയും ഇതേ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കണം. ഇനി ഈ കഷ്ണങ്ങൾ വേവിക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, കഷ്ണം വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് വേവിക്കാം. കഷ്ണങ്ങൾ വേവാൻ ആവശ്യമുള്ള വെള്ളം മാത്രം മതി. കഷ്ണങ്ങൾ വെന്ത് ഉടയരുത്. കഷ്ണങ്ങൾ പകുതി വേവായാൽ കടല ചേർക്കാം. ഇത് വേവിച്ച് വെച്ച കടലയാണ്. ഇനി വെള്ളം വറ്റിച്ച് എടുക്കണം. ഇപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസിൽ നിന്നും മാറ്റാം. ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായാൽ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉണക്കമുളക്, കറിവേപ്പില, ചിരകി വെച്ച തേങ്ങ ചേർത്ത് നന്നായി വറുത്തെടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ നിറമാവണം. ഇതുവരെ വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായി ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കഷ്ണങ്ങൾ ചേർക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ശർക്കര ഒന്നെങ്കിൽ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ അതിലെയോ അല്ലെങ്കിൽ തേങ്ങ വറുക്കുമ്പോഴോ ചേർക്കാം. ഞാനിവിടെ തേങ്ങ വറുക്കുന്നതിലാണ് ചേർക്കുന്നത്. ഇനി ശർക്കര അലിഞ്ഞു ചേരുന്നവരെ ഇളക്കി കൊടുക്കാം. കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം.